2 മണിയായപ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് മോനെ ഇങ്ങനെ കണ്ണ് ചുവന്നിരിക്കുന്നു, അവനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, എന്തോ ആണെന്ന് അറിയില്ല, അവൻ തല എങ്ങാണ്ട് ഇടിച്ചതാണെന്ന് പറയണേന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ സ്കൂളിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും കൊച്ചിനെ അവിടെ കാണുന്നില്ല. പിന്നെ അവിടെ തിരക്കിയപ്പോൾ ആരും ഒന്നും കണ്ടതായിട്ട് പറയണില്ല. കൊച്ചിൻ്റെ ബാഗ് ഒരു ടോയ്ലറ്റിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പിള്ളേർ പറഞ്ഞു അവനിങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി അവിടെ എങ്ങാനും വല്ല ബാത്റൂമിലോ വല്ലതും എന്തെങ്കിലും പറ്റിയതാണോ എന്ന് പറയും. അവിടെ ഒന്നും നോക്കിയിട്ട് കൊച്ചിനെ കണ്ടില്ല. അതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ 112 വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് അവിടെ അവർ വന്ന് ഇതാവില്ല, കുഴപ്പമില്ല, നമുക്ക് കൊച്ചി എവിടെയാണെന്ന് വെച്ചാൽ കണ്ടെത്താമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചിനെ ഈ സ്റ്റേഷനിൽ നിന്ന് വന്ന ഒരു സാറ് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളുമായിട്ട് പ്രശ്നമുണ്ടായി, അവനിട്ട് ക്ലാസ്സിൽ കയറി അടിച്ചു, അതിനെ തുടർന്ന് അവൻ ഇറങ്ങി പോയതാണെന്ന് പറഞ്ഞത്. അങ്ങനെ കണ്ട് ഒരു ഏകദേശം ഒരു 4 മണിക്ക് ശേഷം കൊച്ചിനെ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പം 3 പിള്ളേർ കൂടിയിട്ടാണ് അവനെ, അതിൽ അല്ലമ്മി എന്ന് പറഞ്ഞൊരു കൊച്ച് അവനെ അടിച്ചത്, ഒരു സച്ചു, ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞ 2 പിള്ളേർ അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കൊച്ചിനെ മുഖത്തിൻ്റെ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇത് സംഗീതത്തിന് മാത്രമല്ല, ഇതിന് മുമ്പും വേറെ പല പിള്ളേർക്കും ഇത് ഉണ്ടാകുന്നുണ്ട്. അവനൊരു സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നക്കാരനായിട്ടാണ് സ്കൂൾ അധികൃതരും PTA പ്രസിഡൻറ്റും അങ്ങനെ സ്കൂളിൽ ഏകദേശം ഒരു 95 ഞാൻ സംസാരിച്ച എല്ലാവരും ഒരു നത് പോലും ഇല്ല, കൊച്ചു സ്ഥിരം ഒരു പ്രശ്നക്കാരനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള സ്കൂളിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവനോട് സ്കൂളിൽ പോകാതിരിക്കരുത്, ഇനി അവൻ നിന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ അവൻ്റെ മേൽ നടപടി എടുത്തോളാമെന്ന് CI സാറും പറഞ്ഞു.